വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് വീഡിയോ ആണ്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ടീ സ്റ്റോളും അതുപോലെ സ്നാക്സ് ആൻഡ് കൂൾ ബാർ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഷോപ്പ് സ്റ്റാർട്ടപ്പ് നമ്മൾ ചെയ്യാൻ നോക്കുകയാണ്. ആദ്യം അതിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും പ്രോഫിറ്റും എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എക്സ്പെൻസ് പോയിട്ട് എത്ര എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നില്ല ഡീറ്റെയിൽസ് ഞാൻ മുഴുവനായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് കോൺഫിഡൻസ് ഇല്ലാതെ ഒരിക്കലും ബിസിനസ് തുടങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആ സെക്ഷനിലേക്ക് കിടക്കാം. ഓരോ പ്രൊഡക്റ്റിനും എത്ര കോസ്റ്റ് വരുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, മന്ത്ലി എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എല്ലാം നോക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് പറഞ്ഞു പോകും, വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ചായ ഒരു ചായക്ക് വരുന്നത്, ഒരു ഗ്ലാസ് ചായക്ക് വരുന്നത് 3 രൂപ അല്ലെങ്കിൽ 5 രൂപയാണ് നമ്മൾ ആകെ ചിലവ് വരുന്നത്. അത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ആ റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതിൻ്റെ പ്രോഫിറ്റ്, ഒരു ഗ്ലാസിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത് 7 രൂപ മുതൽ 10 രൂപയാണ് പ്രോഫിറ്റായിട്ട് മാത്രം കിട്ടുന്നത്. ഡെയിലി നമ്മുടെ ഷോപ്പിൽ ഒരു 100 ഗ്ലാസ്സെങ്കിലും ചായ വിറ്റ് കഴിഞ്ഞാൽ അതിൽ 21,000 രൂപ നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് മാത്രമായിട്ട് കിട്ടും. 21,000 അല്ലെങ്കിൽ 30,000 ആ റേഞ്ചിൽ പ്രോഫിറ്റ് മാത്രമായിട്ട് ചായ മാത്രം വിറ്റ് കണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചായയിൽ വെറൈറ്റി ചായകളുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളൊരു ചായയാണ് സുലൈമാനി. നമുക്ക് ഒരു ഗ്ലാസ് ചായ സുലൈമാനിക്ക് വരുന്നത് 2 രൂപ അല്ലെങ്കിൽ 3 രൂപ ആ റേഞ്ചിലുള്ളൂ. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ആ റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ ഒരു 8 രൂപ, ഒരു 13 രൂപ അതിൻ്റെ ഇടയിലുള്ള റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് മാത്രം, ഒരു ഗ്ലാസ് സുലൈമാനിയിൽ നിന്ന് പ്രോഫിറ്റ് 8 രൂപ കിട്ടുന്നതാണ്. ഒരു ദിവസം 50 ഗ്ലാസ് വെച്ചുകൊണ്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 12,000 രൂപ മുതൽ 19,500 രൂപ വരെ നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് ഉണ്ടാകാം. അടുത്തത് സ്നാക്സ് ഒരു സ്നാക്സ് വിറ്റ് കഴിഞ്ഞാൽ 7 രൂപ മുതൽ 15 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനാകെ കോസ്റ്റ് വരുന്നത് 3 രൂപ അല്ലെങ്കിൽ 5 രൂപേൻ്റെ ഇടയിൽ കോസ്റ്റ് വരുന്നുള്ളൂ. അത് ഒരു ദിവസം 80 സ്നാക്സ് വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസം 16,800 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട്, മിനിമം 16,800 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും. അത് ഹൈ സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 36,000 ആ റേഞ്ചിലൊക്കെ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് കൂൾ ഡ്രിങ്ക്സ്, പാക്കഡ് കൂൾ ഡ്രിങ്ക്സ് ആണ് ഇത് പറയുന്നത്. ഒരു കൂൾ ഡ്രിങ്ക്സ്, ഫ്രൂട്ടി അതുപോലുള്ള കൂൾ ഡ്രിങ്ക്സ്, 7up, പെപ്സി അതുപോലുള്ള കൂൾ ഡ്രിങ്ക്സ് വിറ്റ് കഴിഞ്ഞാൽ 5 രൂപ മുതൽ 20 രൂപ വരെ പ്രോഫിറ്റ് കിട്ടും. ഒരു കൂൾ ഡ്രിങ്ക്സിനാണ് വരുന്നത് 5 രൂപ മുതൽ 20 രൂപ വരെ ഇതിനിടയിലുള്ള സംഖ്യ പ്രോഫിറ്റായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 20 രൂപ അല്ലെങ്കിൽ 50 രൂപ ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും. നമുക്ക് കോസ്റ്റ് വരുന്നത് 15 രൂപ അല്ലെങ്കിൽ 30 രൂപ ആ റേഞ്ചിൽ കോസ്റ്റ് വരുന്നതാണ്. ഒരു ദിവസം 30 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 4,500 രൂപ അല്ലെങ്കിൽ 18,000 രൂപ ആ റേഞ്ചിൽ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് ഐസ്ക്രീം അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക്, അങ്ങനത്തെ ഷേക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് വെറും ഒരു ഗ്ലാസ്സിന് നമുക്ക് കോസ്റ്റ് വരുന്നത് 15 രൂപ അല്ലെങ്കിൽ 40 രൂപ അതിൻ്റെ ഇടയിലാണ് നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. അത് സെല്ലിംഗ് പ്രൈസ് 40 രൂപക്കോ അല്ലെങ്കിൽ 100 രൂപക്കോ അതിൻ്റെ ഇടയിലുള്ള പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 25 രൂപ മുതൽ 60 രൂപ വരെ പ്രോഫിറ്റ് കിട്ടും. ഒരു ദിവസം 20 മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപയോ അല്ലെങ്കിൽ 36,000 രൂപയോ ഇതിനിടയിലുള്ള ഏതെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു മാസം ഈ ഒരു ഷോപ്പിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട്, മന്ത്ലി പ്രോഫിറ്റ് എത്ര കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ കച്ചവടമുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ 69,000 ആ റേഞ്ചിൽ കിട്ടുന്നതാണ്. വളരെ നല്ല രീതിയിൽ കച്ചവടം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1,00,000 മുകളിലേക്ക് പോകും. 1,39,500 ആ റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൽ റെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മാത്രം കഴിച്ചിട്ടില്ല. പ്രോഫിറ്റാണ് ഇത് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്പെൻസ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അത് റെൻറ്റ് ഒരു മാസത്തിൽ 10,000 അല്ലെങ്കിൽ 30,000 ആ റേഞ്ചിലായിട്ട് മന്ത്ലി റെൻറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റാഫ് സാലറി, ഒരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ 15,000 അല്ലെങ്കിൽ 20,000 ആ റേഞ്ചിൽ കൊടുക്കേണ്ടി വരും. 2 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. 25,000 അല്ലെങ്കിൽ 30,000 ആ റേഞ്ചിലൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ യൂട്ടിലിറ്റീസ്, അത് നമ്മൾ വാട്ടർ, ഗ്യാസ് അങ്ങനത്തെ ഐറ്റംസുകൾ, അത് 3,000 to 5,000 ആ റേഞ്ചിൽ കൊടുക്കേണ്ടി വരും. പിന്നെ മെഷീനറീസ്, സ്റ്റേഷനറി ഐറ്റംസുകൾ കുറച്ച് വാങ്ങേണ്ടി വരും. അതിനും 2,000 അല്ലെങ്കിൽ 5,000 ആ റേഞ്ചിലുള്ള എമൗണ്ടിൽ എക്സ്പെൻസ് വരും. അപ്പോൾ ഒരു മാസം നമുക്ക് ടോട്ടലായിട്ട് എക്സ്പെൻസ് വരുന്നത് 30,000 അല്ലെങ്കിൽ 65,000 അതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ടോട്ടലായിട്ട് എക്സ്പെൻസ് വരുന്നത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, മാസത്തിൽ എത്ര കിട്ടുന്നുണ്ട് നോക്കണ്ടേ. എല്ലാം കഴിച്ചിട്ട്, എക്സ്പെൻസ് എല്ലാം കഴിച്ചിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഒരു ലോ സെയിൽ നടക്കുന്ന മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു 39,300 ആ റേഞ്ചിലൊക്കെ ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നല്ല അത്യാവശ്യം ഹൈ സെയിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് 74,500 രൂപ കിട്ടുന്നതാണ്. ഇത് ഞാൻ സ്റ്റാഫിൻ്റെ സാലറി, റെൻറ്റ് എല്ലാ എക്സ്പെൻസും കുറച്ചിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 39,000 അല്ലെങ്കിൽ 74,500 അതിൻ്റെ ഇടയിലുള്ള എമൗണ്ടുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു PDF ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ PDF എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ്.